അപ്പം ഞങ്ങൾ ഇതുവരെ താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു ഇത്. അപ്പം മോൾക്കിപ്പം പുതിയ ക്വാർട്ടേഴ്സ് കിട്ടിയതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ പിന്നെ ഒരു എൽ ഷേപ്പ് ഒരു ഹാളുണ്ടായിരുന്നു, പിന്നെ ഒരു ബെഡ്റൂം, അപ്പോൾ കുറച്ച് സാധനങ്ങളോടുണ്ട്. അത് പതുക്കെ ഷിഫ്റ്റ് ചെയ്യും. ഈ ഒരു പ്രവാസി ജീവിതത്തിൽ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷിഫ്റ്റിംഗ് ആണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അത് ഇന്ന് ന്യൂ ഇയറുമായിട്ട് ഞാനും ലേഖയും കൂടെ ഞങ്ങളത് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാം ഞങ്ങളൊന്ന് കാലി ചെയ്തു. വേറെ കിടന്നുറങ്ങുകയാണ്, കുഞ്ഞുവനും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്താം. ഓക്കെ. ഇതിനിപ്പം ഇവിടെ കോസ്റ്റ് ചെയ്യുന്നത് ഒരു 25,000 ഇവിടുത്തെ പെർ മന്ത്. ഇതിൻ്റെ റെൻറ്റ്, പിന്നെ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അത് വളരെ കുറവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഇവിടെ 3 BHK എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂമും കിച്ചണും ഹാളും ഉണ്ടെങ്കിൽ അതിന് 30,000 രൂപയും, 2 BHKക്ക് 20,000 രൂപയും, 1 BHK 10,000 രൂപയാണ്. അങ്ങനെയാണ് അവർ കോസ്റ്റ് ഇടുന്നത്. പക്ഷേ നമുക്കിതൊരു വളരെ ലക്കിലി കിട്ടിയതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല വീടായിരുന്നു. നല്ല ഹൗസ് ഓണറൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഹൈദരാബാദിൽ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എന്താ പറയുക, പിന്നെ കോസ്റ്റ്ലി അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ ലിവിങ് കോസ്റ്റും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ, പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.